പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മെ വിളിച്ച് ഒരുമിച്ച് കൂട്ടിയ കർത്താവിന് നന്ദി പറയാം. നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കാം, ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിൽ. പക്ഷെ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്വനായ പിതാവ് നടത്തിത്തരും. നമ്മുടെ ഭവനത്തിലാണേലും ഈ ഒത്തൊരുമയോടെയുള്ള പ്രാർത്ഥന, പ്രയർ ഗ്രൂപ്പിലാണേലും ഹൃദയൈക്യത്തോടുകൂടിയുള്ള പ്രാർത്ഥന ശക്തമാകും, ഫലമണിയും. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് നമ്മുടെ പ്രാർത്ഥനാ സഹായം സ്വീകരിക്കുന്ന എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് അല്പസമയം സഹോദരമായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വലിയവനാണ്, സർവശക്തനായ ദൈവമാണ്. അങ്ങേ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം അവിടുത്തെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ, അവിടുത്തെ കാരുണ്യം ഞങ്ങൾ പ്രാപിക്കട്ടെ. മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള വലിയൊരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് മാത്രമല്ല, നമ്മേക്കാൾ ഈ കരുണ ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ആവശ്യമായിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഉത്സവസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചന വെളിച്ചത്തിൽ ദൈവകരുണയെ ധ്യാനിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനൊരു കൂട്ടായ്മയിൽ പങ്കെടുത്ത് ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൽ നിന്ന് കരുണ എടുക്കുന്നതിലും ഈ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലും നമുക്കൊരു സ്ഥിരത ആവശ്യമാണ്. ചില കാര്യങ്ങൾക്കൊക്കെ സ്ഥിരത വളരെ ആവശ്യമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ സ്ഥിരത, അത് ഈ ഒരു കാര്യത്തിലും നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും വരുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മേഖലയിൽ ഈ സ്ഥിരത നാം വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ കാര്യം തന്നെ പ്രാർത്ഥന. അത് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണേലും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ നടക്കാനുള്ള പ്രാർത്ഥനയാണേലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥിരത. എന്തുകൊണ്ടാണ് ഒത്തിരി പേർക്ക് ലക്ഷ്യത്തിലെത്താൻ പോകുന്നത്? അവർ ഈ കടമ്പയ്ക്ക് കൊണ്ട് കുട ഉടയ്ക്കും എന്ന് പറഞ്ഞ പോലെ ദൈവം ഉദ്ദേശിക്കുന്ന സമയം വരെ നമ്മൾ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും ദീർഘക്ഷമ കാണിക്കാനൊക്കെ തയ്യാറാകാത്തത് കൊണ്ട് വേറെ ചിലർ കുറച്ചാൾ പ്രാർത്ഥിച്ച് നോക്കും, പിന്നെ ഇട്ടേച്ചിട്ട് പോകും. അതല്ല, നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത നമ്മൾ കാണിക്കണം. നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുന്നിടം വരെ നമ്മൾ ആ പ്രാർത്ഥന തുടരണം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം വായിച്ചാൽ 7 മുതൽ വായിക്കുമ്പോൾ പൗലോസിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് അവനിങ്ങനെ നേരിടുക. മാറാൻ വേണ്ടി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചുമ്മാ ഒരു ഒഴുക്കം മട്ടിലുള്ള പ്രാർത്ഥനയൊന്നുമല്ല, നല്ല പ്രാർത്ഥനയായിരുന്നു. പക്ഷേ അത് മാറിയില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. അവിടെയും കൂടുതൽ ശക്തമായിട്ട് അവൻ പ്രാർത്ഥിച്ചു. പക്ഷേ എന്നിട്ടും മാറിയില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവനൊരു റെസ്പോൺസ് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്.
പ്രത്യുത്തരം കിട്ടിയത് അവൻ ചോദിച്ച കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞല്ല. ആയിരുന്നെങ്കിൽ അവന് തുള്ളിച്ചാടാമായിരുന്നു. അവനോട് പറഞ്ഞൊരു കാര്യം, മുള്ള അവിടെ ഇരിക്കട്ടെ, നിനക്കെൻ്റെ കൃപ മതി. ഇപ്പം അവൻ്റെ ആ ഒരു ശ്രദ്ധ തിരിച്ചുവിടാനും വലിയൊരു കാര്യം അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ദൈവം ചെയ്തല്ല. ദൈവത്തിന് മുള്ള മാറ്റാൻ ശക്തിയില്ലാഞ്ഞിട്ടാണോ? ദൈവത്തിന് നമ്മൾ ആരുടെയെങ്കിലും ഒരു കാര്യം നടത്തി തരാനായിട്ട് ശക്തിയില്ലാത്തതുകൊണ്ടോ കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ്? അല്ല. ദൈവം ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി കർത്താവ് അപ്രകാരം പ്രവർത്തിക്കുന്നതാണ് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 21:35 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. ദൈവം നൽകുന്നൊരു നിർദ്ദേശമാണ്, സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. വല്ലപ്പോഴൊന്ന് പ്രാർത്ഥിക്കാനൊക്കെയാണ് എളുപ്പമാണ്. വല്ലപ്പോഴൊരു ധ്യാനമൊക്കെ കൂടി ആ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. അതിന് നല്ലപോലെ നമ്മുടെ ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യണം. നല്ലപോലെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കാൻ പറ്റണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം, ഇഷ്ടങ്ങളെല്ലാം സഫലമാകണം എന്ന് ചിന്തിച്ചാൽ ഇത് നടക്കത്തില്ല. സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. ഇതിങ്ങനെ മുഴുവൻ സമയവും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമല്ല. പ്രാർത്ഥനയുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഓടുന്ന കാര്യമൊന്നുമല്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറണം. നമ്മുടെ ഹൃദയം പ്രാർത്ഥിച്ച വ്യക്തിയെപ്പോലെ പ്രവർത്തിക്കണം, ദൈവത്തിൽ ശരണപ്പെടണം എന്നുള്ളത് ഇതിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു വചനം നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകൻ 7-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. അതാണ് സ്ഥിരത. പ്രാർത്ഥനയിൽ നമ്മൾ മടുക്കരുത്. നമ്മൾ തോന്നുന്ന അനുസരിച്ചാണ്, നമുക്ക് ഇഷ്ടം തോന്നുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഈ പ്രാർത്ഥനയൊന്നും ഉണ്ടാകത്തില്ല, സ്ഥിരത ഉണ്ടായെന്ന് വരത്തില്ല. എപ്പോഴും ഒരേ ആ ഒരു താല്പര്യം നമുക്കുണ്ടാകണമെന്നില്ല. താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒത്തിരി പേര് കാണിച്ചു കൂട്ടുന്നൊരു ശുദ്ധ മണ്ടത്തരാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വേണ്ട സമയത്ത് ഒട്ടും പ്രാർത്ഥിക്കുക. അപ്പോൾ അവർക്ക് പരാതി പരിഭവം പറയാനാണ് സമയം. അതിനുള്ള കാരണങ്ങളായിരിക്കാം അവർ നിരത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നപ്പോഴും ഏറ്റവും കൂടുതൽ രോഗമുള്ളപ്പോഴാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമുക്കുള്ളപ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന ആ ഒരു കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഈ ഒരു മേഖലയിൽ സ്ഥിരത വന്നാൽ അത് ഒരുപാട് നമുക്ക് ജീവിതത്തിൽ ഗുണമാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, സ്നേഹിക്കുന്നതിൽ സ്ഥിരത വേണം. വല്ലപ്പോഴും ആരെയെങ്കിലൊക്കെ ഒന്ന് സ്നേഹിച്ചൊരു സ്നേഹപ്രകടനം നടത്താനും സ്നേഹപ്രവൃത്തി ചെയ്യാനൊക്കെ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷെ അതല്ല ദൈവം കാണിച്ചു തന്നതും ദൈവം ആവശ്യപ്പെടുന്നതും. നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 55 3-ാമത്തെ വചനം, ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, സ്ഥിരത. ദൈവമക്കളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും ഈ സ്ഥിരമായ സ്നേഹമാണ്. അതുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാവും. ഹോസിയ 6-ാം അധ്യായം 4-ാമത്തെ വചനം എടുക്കുമ്പോൾ, ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്നേഹം കൊണ്ട് ഇസ്രായേൽ ദൈവത്തെ സ്നേഹിച്ചു. ദൈവം അതിൽ സംതൃപ്തനായില്ല. ദൈവം അവരോട് പറഞ്ഞൊരു കാര്യം, നിന്റെ സ്നേഹം ഇതെന്തൊരു സ്നേഹം, പ്രഭാതത്തിലെ മഞ്ഞ് പോലെ മാഞ്ഞു പോകുന്ന സ്നേഹം. നമുക്കറിയാമല്ലോ, പ്രഭാതത്തിലെ മഞ്ഞ് സൂര്യൻ ഉദിച്ചാൽ പിന്നെ കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള, മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹമെല്ലാം മറഞ്ഞു പോകുന്നുവെങ്കിൽ ആ സ്നേഹമല്ല ഒരു ദൈവത്തിൻ്റെ മകനിൽ നിന്ന്, മകളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് സ്ഥിരമായ സ്നേഹം. അതാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതൊരു കാര്യമുണ്ട്, അതാണ് കരുണ. അതെടുക്കുന്നതിലും കൊടുക്കുന്നതിലും സ്ഥിരത വളരെ വളരെ ആവശ്യമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 15:22 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മത്തായി 9:13 ചേർന്ന് പോകുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന എന്താ,
ബലിയേക്കാൾ കരുണയല്ലേ? അതാണ് ദൈവം ചോദിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കരുണയല്ലേ? അതുപോലെ തന്നെ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് കർത്താവിൻ്റെ തന്നെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. അതുകൊണ്ട് ഈ കരുണ, അനുസരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരത നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 35 ഒന്നാമത്തെ വചനവും നമുക്ക് സുപരിചിതമല്ലേ? നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത്. ഈ ഒരു മേഖലയിൽ വീഴ്ച വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതാണ് ക്ഷമ. ഇക്കാര്യത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടാകണം. ചില കാണിച്ചായിരിക്കും, കാരണം ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ക്ഷമിച്ചു, അത് കഴിയുമ്പോൾ പിന്നെ അവരുടെ കളർ മാറും. ഈ രീതിയിൽ പോകാൻ പറ്റുകയില്ല എന്നുള്ളത് അവർ ചിലപ്പോൾ വ്യക്തമാക്കിയെന്ന് വരും. പക്ഷെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ലൂക്കാ 17 അതിൻ്റെ 3-4 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സഹോദരൻ ഒരു ദിവസം തന്നെ 7 പ്രാവശ്യം നിന്നോട് തെറ്റ് ചെയ്താലും അപ്പോഴെല്ലാം നിൻ്റെ കരുണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, 7 എന്നല്ല 70 പ്രാവശ്യം. അതിനകത്ത് പിന്നെ എണ്ണോ കാര്യങ്ങളോ വ്യവസ്ഥകളോ ഒന്നും ഉണ്ടാകണ്ട എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അടുത്താണ് അനുതാപം. ഈ അനുതാപവും നമ്മൾ വല്ലപ്പോഴും ധ്യാനം കൂടി അന്ന് നല്ലൊരു കുമ്പസാരം നടത്തി അനുദപിച്ച് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവുക, അതിനേക്കാൾ എല്ലാ ദിവസവും നമ്മൾ അനുദപിക്കുന്നവരായി മാറണം. എപ്പോൾ തെറ്റ് പറ്റിയാലും അപ്പോഴെല്ലാം അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാകുന്നത്, നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. റോമാലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം കൃത്യതയോടെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ദൈവകരുണയുടെ ലക്ഷ്യം തന്നെ നമ്മുടെ അനുതാപം. സ്ഥിരമായി കർത്താവ് കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അനുദപിച്ച് മുമ്പോട്ട് പോകാൻ, എപ്പോഴെല്ലാം നമുക്ക് തെറ്റുപറ്റിയാലും വീഴ്ചകൾ സംഭവിച്ചാലും അനുദപിച്ച് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. അവസാനത്തെ കാര്യമാണ്, 6-ാമത്തെ കാര്യമാണ്, നന്മ ചെയ്യുന്നതിൽ സ്ഥിരതയുണ്ടാകും. പണ്ടെങ്ങാണ്ടൊരു നന്മ ചെയ്തായിരുന്നു, അതിൻ്റെ ബലത്തിലാണോ നമ്മൾ മരണം വരെ പോകേണ്ടത്? അല്ല. നന്മ ചെയ്യുന്ന കാര്യത്തിൽ സ്ഥിരത വളരെ ആവശ്യമാണ്. ഹെബ്രായ ലേഖനം 13-ന്റെ 16-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ്. എല്ലാ ദിവസവും നമ്മൾ ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപക്ഷെ നമ്മൾ മനസ്സ് കാണിച്ചെന്ന് വരും. പക്ഷേ ദൈവത്തിന് പ്രീതികരമായ ഈ ഒരു ബലി, നമുക്കുള്ളത് പങ്കുവയ്ക്കുന്നത്, നന്മ ചെയ്യുന്നത്, അത് ദൈവത്തിന് പ്രീതികരമായ ബലിയെന്ന് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കാം. ഈ 6 കാര്യങ്ങൾ, അതിൽ സ്ഥിരത ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. എത്ര കീറാമുട്ടി പ്രശ്നമാണെങ്കിലും കർത്താവിന് പരിഹരിക്കാനാകും. ആ ബോധ്യത്തോടെ ഉള്ളൊരുങ്ങി ദൈവത്തിൻ്റെ സഹായം തേടാം. സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ച് ദൈവികാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളിവിടെ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ, കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.